ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ, അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം? അല്ല അല്ല, എന്തുകൊണ്ടല്ല? ലൈക്ക് നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. എന്നാലും- Like, അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല. ലൈക്ക് ഭീകരവാദികള് അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത്. അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത്, നമ്മളല്ല. പക്ഷെ എന്നാലും ഇപ്പൊ അവര് ചെറിയൊരു അറ്റാക്ക് നടത്തി. അതെ. നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ്. ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. ഇത് തായമ്പക എന്ന് പറയുന്ന ഒരു സംഘി യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു നിഷ്കളങ്കമായ വീട്ടമ്മ അവരുടെ നല്ല മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തി. സ്വാഭാവികം. എടാ സംഘി, നിനക്ക് ഈ കൊലയും തൂക്കിയിട്ടുകൊണ്ട് ഈ തെരുവുകളിലെ കൂടി തട്ടമിട്ട സ്ത്രീകൾ എവിടെയാണെന്ന് അന്വേഷിച്ച് പിടിച്ചിട്ട് അവരോട് തന്റെ അടുപ്പിലെ ചോദ്യം ചോദിക്കാൻ നിനക്ക് നാണമില്ലടാ ഓള സംഘി? എടാ, നിന്റെ അണ്ടിമോക്ക് ശാഖയിലെ എത്ര കുണ്ടന്മാരെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തിട്ട് അറസ്റ്റ് ചെയ്തിട്ട് തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോ ലോക്കപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊന്നും നിനക്കൊരു വാർത്തയായിട്ട് കാണുന്നില്ലേ? ഇതൊന്നും നിനക്കൊരു വാർത്തയായിട്ട് നിന്റെ ചാനലിൽ കുണയ്ക്കാൻ കഴിയുന്നില്ല നിനക്ക് സംഘി? ഈ പാവം പിടിച്ച തട്ടമിട്ട സ്ത്രീകളെയും തപ്പിപ്പിടിച്ച് അവരോട് പോയിട്ട് നിന്റെ അടുപ്പിലെ ചോദ്യം ചോദിക്കാൻ ഉളുപ്പില്ലടാ അറിയ നിനക്ക്? ഉളുപ്പില്ലേ? എടാ, നിന്റെ അണ്ടിമൊക്കെ ശാഖയിലെ കുണ്ടന്മാര് പാകിസ്ഥാൻ വേണ്ടി ചാരപ്പണി എടുത്ത് ആ വിഷയം ഈ വാർത്തയൊക്കെ ഇടറാ. നിനക്കെന്താ അതിനുള്ള നെട്ടലില്ലടാ സംഘി? കൊലയും തൂക്കി പിടിച്ചുകൊണ്ട് തട്ടമിട്ട സ്ത്രീകളെ അന്വേഷിച്ചിട്ട് അവരോട് പോയി ഊളത്തരം ചോദ്യം ചോദിക്കാൻ ഉളുപ്പില്ലാത്ത നാറി.